ടൈം ഇപ്പോൾ ഒരു 10:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തുന്ന ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന്. മാക്സിമം ഒരു ഡേ പോലെ കാണും ഫുഡ് ഡേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ രാവിലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പോയി. രാവിലെ നമുക്ക് കടയിൽ വരെ പോകണമായിരുന്നു, ഫുഡിൻ്റെ ഒക്കെ മേടിക്കാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പം ഫുഡ് മേടിച്ച് ഏട്ടൻ പണിക്ക് പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയപ്പോഴാണ് കേട്ടോ വ്ളോഗ് എടുക്കാമെന്ന് വെച്ചത്. അങ്ങനെ കുറച്ച് ഇനിയിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് തുണി കഴുകാനുണ്ട്. പിന്നെ ഞാൻ 2 പേര്, ഒരാളെ ഞാൻ ഉറക്കിയിട്ട് ഒരാൾ ഫോണിൽ കാണും. അപ്പോൾ 2 പേരെ ഞാൻ ഓരോരുത്തർക്ക് ഒതുക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഞാനപ്പം തുണിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴുകാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്യാം. അപ്പം തുണി കഴുകണം, തൂത്ത് വരണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ 2 പേരെ ഒരു സൈഡിലോട്ട് സെറ്റാക്കി കിടത്തേക്കാണ്. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോ ഫ്രെയിമിൻ്റെ വർക്കുണ്ട്, അതെല്ലാം നമ്മളിവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കപ്പ് പ്രിൻ്റ്, ഫോട്ടോ ഫ്രെയിം, അങ്ങനെ കുറച്ച് ഐറ്റംസിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ ആർക്കിലൊക്കെ വേണമെങ്കിൽ ഞാൻ ഫോൺ നമ്പർ എന്തായാലും താഴെ കൊടുത്തേക്കാം. ആർക്കിലൊക്കെ വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് വർക്കും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് വണ്ടിയുടെ ശബ്ദമൊക്കെ കിട്ടും. ഞാൻ സത്യം ഞാൻ ബാൽക്കണി വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. താഴെ റോഡാണ്. അപ്പം അങ്ങോട്ട് നമുക്ക് വഴിയുണ്ട് കേട്ടോ. അത് വഴി കുറേ തുണി ഞാൻ വിരിച്ചിട്ടുണ്ട് ഉണക്കാനുള്ള. പിന്നെ ഇപ്പുറത്ത് റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പുറത്ത് നമ്മുടെ ആൻറ്റിയുടെ വീടാണ്, നമ്മൾ ഓൾറെഡി ഇപ്പുറത്തുണ്ട്. പിന്നെ അതുകൊണ്ട് വണ്ടിയുടെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കും കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് തുണി നന്നായി കഴുകി സെറ്റാക്കി ഇടാൻ ഉണങ്ങി കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തുണി കഴുകാൻ എടുത്തപ്പോഴാണ് ഞാൻ ഓർത്ത് വന്ന വ്ളോഗ് എടുക്കാറ്. അങ്ങനെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് വരുന്ന തുണിയെല്ലാം വാഷ് ചെയ്തിട്ട് പിന്നെ നമുക്ക് താഴേക്ക് പോകട്ടെ. ഞാൻ മുകളിലാണ്, താഴെ ആണ് കിച്ചനും കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം കഴിക്കണമെങ്കിൽ താഴെ പോകണം. അപ്പോൾ നമുക്ക് താഴോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ തുണിയെല്ലാം കഴുകി സെറ്റാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി. പിന്നെ എൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ചു, ഇവിടെ വൃത്തിയാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് ഇവിടെ ചുമ്മാ ഫോൺ എടുത്തപ്പോഴാണ് ഗൈസ് ഓർത്തത് ഞാൻ വീഡിയോയുടെ ബാക്കി അപ്ലോഡ് ചെയ്തില്ല, ബാക്കി വീഡിയോ എടുത്തില്ല. ഒരുങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഫോണെന്നാൽ ചുമ്മാ എടുത്ത് നോക്കാം, നമുക്ക് ഫ്രെയിമിന് കുറച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴാണ് അപ്പം ഞാൻ ചിന്തിച്ചു ബാക്കി വീഡിയോ എടുത്തില്ല, മറന്നു പോയിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, കുഞ്ഞിനെ കുളിപ്പിച്ചു, കുറച്ച് വൃത്തിയൊക്കെ ആക്കാനുണ്ടായിരുന്നു, വൃത്തിയാക്കി. ഇപ്പം നമ്മൾ തുണി വിരിച്ചത് വരെയായിരുന്നു വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ തുണി അങ്ങനെ വിരിച്ച് കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഞാനും ഞങ്ങളുടെ തുണിയെല്ലാം മുകളിൽ വിരിക്കും. അമ്മയുടെ തുണി, അനിയൻ്റെ വൈഫിൻ്റെ തുണിയെല്ലാം താഴെ ഇരിക്കും. എനിക്ക് താഴെ ഇറങ്ങാൻ മടിയാണ് കൈ. അപ്പോൾ ഞാൻ മേളിൽ തന്നെ അയ കുറേ കെട്ടി, എൻ്റെ തലവിരികൾ അയെല്ലാം കെട്ടി സെറ്റാക്കി മേളിൽ വിരിക്കും. അപ്പം ഇന്ന് കഴിഞ്ഞിട്ട് പകുതി ഉണങ്ങിക്കിട്ടും, രാവിലത്തേക്കിന് ഫുൾ ഉണങ്ങിക്കിട്ടും, നല്ല വെയിലായിരിക്കും. അങ്ങനെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ട അവിടെ അവരുടെ തുണി. ഇപ്പം നമുക്ക് പരിപാടിയുണ്ട്. എനിക്ക് കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണം. നമ്മൾ ഓൾറെഡി ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് വരുത്തുമായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഉണ്ടാക്കുകയും ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ വർക്കിൻ്റെ ഇതിൻ്റെ എല്ലാം കൂടെ ബിസി ആയതുകൊണ്ട് ഞാനിപ്പം ഓൾറെഡി നമ്മുടെ ചങ്ങനാശ്ശേരി തന്നെ പോയി ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ചങ്ങനാശ്ശേരി പോകണം. നമുക്ക് ഷോപ്പിലേക്കും കുറച്ച് സാധനം എടുക്കാനുണ്ട്, കുറച്ച് ഫ്രെയിംസ് എടുക്കാനുണ്ട്. പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഇവിടെ ചങ്ങനാശ്ശേരി പോകണം കേട്ടോ ഫ്രെയിമൊക്കെ എടുക്കണത്. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഓൾറെഡി വരുത്തുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു 10 ഫ്രെയിമിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് അവിടെ പോയി സാധനം എടുക്കാം. നമുക്കിന്ന് അവിടെയും പോയി സാധനം എടുക്കുന്നതും കൂടെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി ഞാൻ മറക്കത്തില്ല, അതൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ഫോൺ എടുത്തിങ്ങനെ അവർക്ക് മെസ്സേജ് അയക്കാം, കസ്റ്റമർക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് കുളി വരെ കഴിഞ്ഞ് സെറ്റായിരിക്കുന്നപ്പോഴാണ് വീഡിയോ എടുക്കാൻ മറന്നു. തിരക്കായിരുന്നു, തിരക്കാണ്, കുഞ്ഞൊക്കെ ഉള്ളത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മറന്നു. അപ്പം എന്തായാലും പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കി കേട്ടോ കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ എല്ലാം പിടിച്ചിട്ട് വിരിച്ച് നമ്മുടെ ഫ്രെയിമെല്ലാം ഇവിടെ നിരത്തി അടുക്കി വെച്ചേക്കാം. പിന്നെ ബാക്കി ഫ്രെയിംസ് കൂടെ വന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഗിസ് നമ്മൾ സാധനം എടുക്കാൻ പോവാണ്. നമ്മൾ കാറിനാണ് കേട്ടോ പോയത്.
എല്ലാവരും ഉണ്ടായിരുന്നു. ചേട്ടൻ വെച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രെയിമെല്ലാം വാങ്ങിക്കണമായിരുന്നു, ചോക്ലേറ്റൊക്കെ വാങ്ങിക്കണമായിരുന്നു. ദേ ഈ മാക്കാനുണ്ട് നമ്മുടെ കൂടെ. ശരൺ എന്നാണ് കേട്ടോ പേര്. നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ വരികയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടോ. ഭയങ്കര പാവമാണ്. അപ്പോൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ റാസ പോയായിരുന്നു കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് പള്ളിയാണ്. അപ്പോൾ റാസയും കാര്യങ്ങളൊക്കെ അതുവഴി പോകുന്നുണ്ടായിരുന്നു, ഒരു 3 ഡേ ഐറ്റംസ് ആയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ബൊക്ക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കയറി ഒന്ന് ചെക്ക് ചെയ്യണേ. ചായക്കുള്ളത് മേടിക്കാൻ പോയിരിക്കേ. അപ്പോൾ കേസ് നമ്മൾ സ്ഥിരം ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ പപ്സും പാലും മേടിക്കണത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ചായക്കടയുണ്ട്. ഇതാണ് കേട്ടോ പള്ളി, നമ്മുടെ കള്ളിപ്പാറ പള്ളി എന്ന് പറയും. അങ്ങനെ ഞാൻ സാധനമൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. നമുക്ക് 4 മണിയാകുമ്പോൾ ഒരു വിശപ്പുണ്ടാവേ. അതിനുശേഷം ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കും കേട്ടോ. വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കത്തെ വീടിൻ്റെ എടുക്കാൻ മറന്നു. ഈ സമയം ഇവിടെ ഉറങ്ങും കേട്ടോ. നമ്മൾ ഫ്രെയിം എഴുതാൻ കൊണ്ടുവന്നു. ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഭയങ്കര ക്ഷീണമായിരുന്നു. കുഞ്ഞിനെ ഉറക്കി. നമുക്കിതൊക്കെയാണ് എന്തായാലും ഞാൻ ഫ്രെയിമിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം നമ്മളിപ്പം പോയി സ്റ്റോക്ക് കൊണ്ടുവന്നതാണ് ഇത്ര ഐറ്റംസ്. പിന്നെ ഇത്രയും സാധനങ്ങൾ നമ്മളിന്ന് പോയി എടുത്തു. നമുക്ക് വർക്കുണ്ടായിരുന്നു. വർക്കും എല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ഷീണം കാരണം കുറേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ എനിക്ക് ഇടയ്ക്ക് പോയി പാല് മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ ഒരു ഉറക്കം കൂടെ ഇറങ്ങി. അപ്പോഴത്തേക്ക് കുഞ്ഞു ഉണർന്നു, എല്ലാം സെറ്റായി. അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീരെ വയ്യാത്തതുകൊണ്ടാണ് മുമ്പോട്ട് വീഡിയോ എടുക്കാത്തില്ലേ. ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കായിരുന്നു. പോയി വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും കൊണ്ട്. പിന്നെ ഇന്ന് വർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാനും ചേട്ടനും കൂടി ഇന്ന് ചെയ്തു. സത്യമായി ക്ഷീണമായിരുന്നു. വെളുപ്പിനെ തുടങ്ങിയ വർക്കായിരുന്നു. ബൊക്കയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വീഡിയോ എന്നോട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ.